കഴിഞ്ഞ 5 വർഷക്കാലം CPM ഏരിയ കമ്മിറ്റിക്ക് ഉള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം മൂവാറ്റുപുഴയിലെ CPM-കാർ ഈ കുഴലപ്പം വിതരണം ചെയ്ത് ഞങ്ങളുടെ MLA കളിയാക്കി കൊണ്ടുവന്നു. ഇനി ഞാൻ ആ CPM-ന്റെ ആളുകളോട് പറയുന്നത്, ഈ കുഴലപ്പം നിങ്ങൾ തിന്നേ പറ്റൂ. പായ്പൂർ പഞ്ചായത്തിൽ വന്ന പോസ്റ്റിലടക്കം പോസ്റ്ററുകൾ താങ്കൾ ലീഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു പലതിനെ പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങേയറ്റം സുഖകരമായ സൂചനകളാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അത് ഇനി തുടങ്ങിയ ആദ്യത്തെ ബൂത്ത് മുതലുള്ള ലീഡ് കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും നല്ല വിജയം മൂവാറ്റുപുഴയിൽ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത്. ദൈവാനുഗ്രഹിച്ചതിന് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ തന്നെ UDF ലീഡ് ചെയ്യുന്നുണ്ട്. UDFിൻ്റെ ലീഡ് ഇനിയും വർദ്ധിക്കും. നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്ന അതാണ്. ഒരു ആധികാരികമായ അഭിമാനകരമായ വിജയത്തിലേക്ക് UDF. ഇത് പലതരത്തിൽ മിന്നിമറിയുന്ന പല സൂചനകളുടെ ഒരു ട്രെൻഡ് കേരളത്തിലുണ്ട്. ആ തരത്തിൽ ഇപ്പോൾ ആധികാരികമായി പറയാൻ കഴിയും, മാറ്റിക്കൊടുന്നതിനെ പോലുള്ള പരിണിത പ്രജ്ഞനായ ഒരു യുവ രാഷ്ട്രീയ നേതാവിന് കേരളത്തിന്റെ ഈ ഒരു പൾസ് എങ്ങോട്ട്, ട്രെൻഡ് എങ്ങോട്ട് എന്ന് കൃത്യമായി പറയാൻ പറ്റുമോ? അല്ല, UDFിന് അനുകൂലമായ സൂചനകളാണ് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മണിക്കൂറോടെ കഴിയുമ്പോഴത്തേനും അത് കുറച്ചുകൂടി വ്യക്തമാവും. കൂടുതൽ മികച്ചൊരു വിജയത്തിലേക്ക് UDFിന് നീങ്ങാൻ കഴിയുമെന്ന് ഉറച്ച പ്രതീക്ഷ. അപ്പോൾ താങ്കൾ ഉൾപ്പെടെ ഒരു പോരാളിയായി നിയമസഭയിൽ വീണ്ടും പോരാളിയല്ല, കുറച്ചുകൂടി പ്രതിരോധത്തിൽ നിന്നൊരു പ്രതിരോധ പഠനമായി ഉണ്ടാകുമെന്നുള്ളതാണോ? ഞങ്ങളുടെ മന്ത്രി സാറാണ്.